വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ദിഷ്ണ. അപ്പൊ മക്കളെ, നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് കോർഡിനേറ്റ് ജോമെട്രിയിലെ ടോപ്പ് 10 MCQs ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം MCQs എപ്പോഴും ഇവിടെ വീക്ക്നെസ് ആണല്ലേ. എക്സാമിന് എപ്പോഴും നല്ല രീതിയിൽ ചോദിക്കുന്നതാണ് മക്കളെ MCQs എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്താൽ പഠിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിൽ അടിപൊളിയായിട്ടുള്ള 10 MCQs ആണ് കാണാൻ വേണ്ടി പോകുന്നത്. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ചാപ്റ്റർ മാത്രം പഠിച്ചാൽ പോരാ, MCQ സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. സോ വി മൂവിംഗ് ടു ദ ഫസ്റ്റ് question. So ശ്രദ്ധിക്കുക എല്ലാവരും. The distance of the point -68 from the origin is. ഡിസ്റ്റൻസ് ഫോർമുല ഇതിൽ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ. അതേപോലെ സെക്ഷൻ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്റ്റൻസ് ഫോർമുല മിസ് പറയാതെ മക്കൾക്ക് അറിയാം. 2 പോയിന്റ്സ് എന്റെ കയ്യിലുണ്ട്. ഒരു പോയിന്റ് x1 y1 രണ്ടാമത്തെ പോയിന്റ് x2 y2 ആണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ് എന്ന് പറയും എന്താണ്, റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ ആണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ ഇവിടെ പറയുമ്പം 2 പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് വിചാരിക്കുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്, ഡിസ്റ്റൻസ് ദ പോയിന്റ് -68 എന്ന് പറയുന്ന പോയിന്റ് ഡിസ്റ്റൻസ് നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നത്, 0 0 എന്ന് പറയുന്ന പോയിന്റ് നിന്നാണ് എടുക്കുന്നത്. നിങ്ങളിപ്പോ ഫസ്റ്റ് ഒരു പോയിന്റ് എഴുതി രണ്ടാമത് എഴുതിയാലും ആദ്യം മറ്റേത് എഴുതി രണ്ടാമത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതിന്റെ ഓർഡർ ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ബിക്കോസ് റൂട്ടിനുള്ളിൽ സ്ക്വയർ വരുന്നത് കൊണ്ട് ഓർഡർ ഒന്നും എന്തല്ല ഇമ്പോർട്ടന്റ് അല്ല എന്ന് മക്കൾക്ക് അറിയാം. സോ ഒന്നാമത്തെ പോയിന്റ് ഞാൻ വിളിക്കാൻ ഒറിജിൻ ആയതുകൊണ്ട് മക്കളെ, ഒറിജിൻ പോയിന്റ് ആയതുകൊണ്ട് മാത്രമാണ് മിസ് എഴുതിയത് 0, 0 എന്ന് എഴുതിയത്. ഓക്കെ, ഒറിജിൻ എപ്പോഴും എന്താണ്, എക്സും വൈയും, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എന്താണ് അവിടെ 0 ആയിരിക്കും. സോ ഈ പോയിന്റ് നമ്മൾ O എന്ന് വിളിക്കാം, ഈ പോയിന്റ് A എന്ന് വിളിക്കാം. സോ ഐ നീഡ് ദ ഡിസ്റ്റൻസ് OA. അപ്പം ഓയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എനിക്ക് എന്ത് ചെയ്യാനുണ്ട്, ആവശ്യമുണ്ട്. അപ്പൊ ശരിക്കുള്ള ഇക്വേഷൻ അനുസരിച്ച് റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ ആണ്. അതായത് ഇത്രയേ ഉള്ളൂ. റൂട്ട് എടുക്കുക, രണ്ടിന്റെയും എക്സുകൾ തമ്മിലെ ഡിഫറൻസിന്റെ സ്ക്വയർ, -6ഉം 0ഉം തമ്മിൽ ഡിഫറൻസ് വിച്ച് ഈസ് -6 - 0 ഹോൾ സ്ക്വയർ. എന്ത് ചെയ്യാ, വൈകൾ തമ്മിലുള്ള ഡിഫറൻസിന്റെ സ്ക്വയർ വിച്ച് ഈസ് 8 - 0 ഹോൾ സ്ക്വയർ. -6 - 0 എത്രയാടാ, -6 ആണ്. -6 ഹോൾ സ്ക്വയർ വന്നു. 8 - 0 എത്രയാടാ, 8 ആണ്. 8 സ്ക്വയർ വന്നു. -6ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 36 ആണ്. 8ന്റെ സ്ക്വയർ 64 ആണ്. റൂട്ട് ഓഫ് 36 + 64 is equal to root of 100 എന്ന് കിട്ടി. ഇറ്റ് ഇസ് ഈക്വൽ ടു ആൻസർ 10 ആണ് മക്കളെ ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, MCQന് ഒരു പ്രാവശ്യം, അതായത് 1 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 1 മാർക്ക് നേടാനായിട്ട് നിങ്ങൾ അധികം കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചധികം MCQs പഠിച്ചെടുത്താൽ മാത്രം മതി. Okay, so moving to the next question. The midpoint of a line segment joining 2 points. 2 points ഉണ്ട് കയ്യില്. A എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഇറ്റ് ഇസ് 2, 4 ആണ്. രണ്ടാമത്തെ പോയിന്റ് B ആണ്. -2, -4 ആണ്. അങ്ങനെയാണെങ്കിൽ the midpoint of the line segment, ഈ 2 പോയിന്റുകൾ കൂടി ചേരുമ്പം ഉണ്ടാകുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് മക്കളെ ആവശ്യം. മിഡ് പോയിന്റിന്റെ ഇക്വേഷൻ ആർക്കും അറിയാം. ഒരു പോയിന്റ് x1, y1 രണ്ടാമത്തെ പോയിന്റ് x2, y2 ആണെങ്കിൽ അതിന്റെ മിഡ് പോയിന്റ് എന്തായിരുന്നു, x1 + x2/2, y1 + y2 / 2 ആണ്. അല്ലെ, എക്സുകൾ തമ്മിൽ കൂട്ടുക /2 ചെയ്യുക, അതാണ് എക്സ് കോർഡിനേറ്റ് ഓഫ് ദ മിഡ് പോയിന്റ്. വൈകൾ തമ്മിൽ കൂട്ടുക /2 ചെയ്യുക, അതാണ് വൈ കോർഡിനേറ്റ് ഓഫ് ദ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ 2 എക്സുകൾ തമ്മിൽ കൂട്ടിക്കോ. 2 + -2 എത്രയാണ്, 2 + -2 /2 പറയുമ്പോൾ എത്രയാ, ഇറ്റ് ഇസ് ഈക്വൽ ടു 0/2 = 0 ആണ് മക്കളെ എന്ത്, എക്സ് കോർഡിനേറ്റ് എന്ന് മനസ്സിലായി, വിച്ച് ഈസ് x1 + x2/2. ഓക്കെ, ഇതേപോലെ നമ്മളിത് x1 + x2/2 ചെയ്തപ്പോൾ ഇത് കിട്ടി. y1 + y2/2 ചെയ്തപ്പോൾ എന്താ കിട്ടുക, രണ്ടിന്റെ ഈ വൈകൾ തമ്മിലുള്ള അഡീഷൻ ആണ് അല്ലെ. 4 + -4 y1 + y2 പറയുമ്പോൾ 4 + -4 /2 ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 4 + -4 0 ആണ്. 0/2 = 0 എന്ന് മനസ്സിലായി. ഇതിന്റെ 0 എന്ന് കിട്ടി. അവിടെ എക്സും വൈയും എന്താണ്, 0 ആണ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണെന്ന് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം. ഒരു ക്വസ്റ്റ്യൻ കാണുന്നതൊക്കെ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മക്കളെ. MCQ സെക്ഷനിൽ നമ്മൾ കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് വളരെ നിഷ്പ്രയാസം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കരസ്ഥമാക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അറിയാൻ വേണ്ടി സാധിക്കും. സോ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് A too far from the x-axis.
പലപ്പോഴും കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. മക്കളില് ഭൂരിഭാഗം പേരും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സെക്ഷൻ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് എ 2, 4 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മുടെ എക്സ് ആക്സിസിലെ ഡിസ്റ്റൻസ് ആവശ്യം. നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ചുമ്മാ ഒരു 2, 4 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുവാണെങ്കിൽ 2,4 അല്ലേ? അപ്പൊ എന്തായാലും എക്സും വൈയും പോസിറ്റീവ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും പോയിന്റ് വരിക. അപ്പൊ എക്സ് 2 ആകുമ്പോൾ വൈ 4. അതായത് ഇവിടെ ആയിരിക്കും നമ്മുടെ പോയിന്റ് വരിക. ഡൗട്ട് ഇല്ലല്ലോ ആർക്കും. അപ്പൊ ഈ ഒരു 2, 4 എന്ന് പറയുന്ന പോയിന്റിന്റെ ഡിസ്റ്റൻസ് എവിടെ നിന്ന് ആവശ്യം എനിക്ക്? ഈ നേരെയുള്ള എക്സ് ആക്സിസിനുള്ള ഡിസ്റ്റൻസ് അല്ലേ ആവശ്യം? ആ 2, 4 എന്ന് പറയുന്ന പോയിന്റ് എക്സ് ആക്സിസിനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ മക്കൾ എടുക്കേണ്ടത്? ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് എക്സ് കോർഡിനേറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇവിടെ നേരെ താഴോട്ടേക്ക് വരയ്ക്കുമ്പോ ഇവിടെ എന്താണോ എക്സ് ഉള്ളത് അതെന്നല്ലേ എക്സ് വരിക. ആൻഡ് വി നോ ദാറ്റ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആണ്. പക്ഷെ എക്സ് ആക്സിസിൽ എപ്പോഴും എന്തായിരിക്കും? എക്സ് ആക്സിസിലുള്ള പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും എന്നറിയാം. സോ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഈ 2, 4 എന്ന് പറഞ്ഞ പോയിന്റും 2,0 എന്ന് പറഞ്ഞ പോയിന്റ് തമ്മിൽ ഡിസ്റ്റൻസ് ആണ് മക്കൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അതായത് എക്സ് ആക്സിസിലെ പോയിന്റ് പറയുമ്പോൾ ഏതാണ്? 2,0 ആയിരിക്കും. സോ ഇത് ഡിസ്റ്റൻസ് പറയുമ്പോൾ റൂട്ട് ഓഫ് രണ്ടിന്റെയും എക്സുകൾ തമ്മിൽ ഡിഫറൻസിന്റെ സ്ക്വയർ 2 - 2 ദ ഹോൾ സ്ക്വയർ. രണ്ടിന്റെയും വൈകൾ തമ്മിൽ ഡിഫറൻസിന്റെ സ്ക്വയർ വിച്ച് ഈസ് 0 - 4 ഹോൾ സ്ക്വയർ. 2 - 2 0 ആണ്. 0 - 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? -4 ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ വരിക? റൂട്ട് ഓഫ് 0 + 16 എന്ന് വരും. സോ ഇത് ആൻസർ ഈസ് 4 ആണ് വരിക. ശരിക്കും വരെ പറയുമ്പോൾ റൂട്ട് 16 എന്ന് പറയുമ്പോൾ മക്കളെ +or -4 എന്ന് വരാറുണ്ട്. പക്ഷെ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ ഓപ്ഷനിലുള്ളൂ. 4 ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 4 മാർക്ക് ചെയ്യുന്നു. ഓപ്ഷൻ ബി ആണ് മക്കളെ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. കിട്ടിപ്പോയില്ലേ? അത്രേ ഉള്ളൂ കാര്യങ്ങള്. സോ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ഓഫ് ദ പോയിന്റ്സ് P -1,7 and 4 - 3 in the ratio 2:3. ആ പോയിന്റിന്റെ പേര് ഞാൻ കാണിച്ചില്ല. ഒരു പോയിന്റ് മാത്രമേ പേര് കൊടുത്തിട്ടുള്ളൂ. കുഴപ്പമില്ല, ക്യൂ എന്ന് വിളിക്കാൻ നമുക്ക് വേണമെങ്കിൽ. ഇത് പോയിന്റ് പിയും ഇത് പോയിന്റ് ക്യൂ. ഈ രണ്ട് പോയിന്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ്. ഒന്നാമത്തെ പോയിന്റ് -1,7, രണ്ടാമത്തെ പോയിന്റ് 4 - 3 ആണ്. അവ രണ്ടുപേരെയും ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ പറയുമ്പോൾ 2:3 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതാണ് ടാസ്ക്. ആ പോയിന്റ് നമുക്ക് അറിയില്ല, വിളിക്കുകയാണ് x, y എന്ന് വിളിക്കുവാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം രണ്ട് പോയിന്റ്സ് എന്റെ കയ്യിലുണ്ട്. ഒരു പോയിന്റ് x1, y1 ആണ്. ഒരു പോയിന്റ് x2, y2 ആണ്. ആ രണ്ട് പോയിന്റുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു ലൈൻ സെഗ്മെന്റിന്റെ ഡിവിഷൻ m:n റേഷ്യോയിലാണെങ്കിൽ ആ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ഇക്വേഷൻ ഉണ്ട്. ആ ഒരു പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് മക്കളെ m × x2 + nx1 / m + n ആണെന്നും അതിന്റെ y കോർഡിനേറ്റ് ഇക്വേഷൻ m × y2 + ny1 / m + n ആണെന്നും മക്കൾ എന്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇക്വേഷനൊക്കെ മുന്നോട്ട് പഠിച്ചതാണ്, മുമ്പേ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്താൽ മാത്രം മതി. ഇവിടെ m:n സ്ഥാനത്ത് ആരാ ഉള്ളത്? 2:3 ആണ്. ഇവിടെ m ഇതാണ്, n ഇതാണ്. ഇതെന്താ? അപ്പൊ ഇത് x1, y1, ഇതെന്താ? x2, y2. ചുമ്മാ കൊടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോടാ. അപ്പൊ m എന്താടാ? 2 ആണ്. x1 പറയുമ്പോ -1 അല്ലെ? x1 എന്താടാ? -1. അതായത് സോറി, x1 അല്ല, x2 ആണ്. ദാറ്റ് ഈസ് mx2 അല്ലേ? അപ്പൊ 2 × അതായത് ഇയാള് ഇൻറ്റു ഇതിന്റെ കോർഡിനേറ്റർ 2 × 4 + n എന്ന് പറയുമ്പോ 3 അല്ലേ? 3 × x1. അപ്പൊ 3 × -1 m + n പറയുമ്പോ 2 + 3. അപ്പൊ 2 × 4 പറയുമ്പോ എത്രയാ? 8 ആണ്. 8 -3 × അതായത് 3 × -1 മക്കൾക്കറിയാം -3 ആണ്. +-3 എഴുതുമ്പോ എന്താണ്? അത് -3 ആണ്. /5 എന്ന് വന്നു. 8 - 3 = 5 ആണ്. 5/5 = 1 ആണ് മക്കളെ. എന്ത് കിട്ടുക? x കിട്ടുക. മനസ്സിലായി? ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? വൈയും കണ്ടുപിടിക്കേണ്ടത്. ആ പോയിന്റ് y കോർഡിനേറ്റ് പിടിക്കേണ്ടത് നമുക്ക് സെയിം മെത്തേഡ് ആണ്. m × y2 ദാറ്റ് ഈസ് 2 × -3 + n × y1 3 × 7 / 2 + 3 അല്ലേ? m + n എത്രയാ? 5 ആണ്. അപ്പൊ 2 × -3 -6, 7 × 3 21 / 5 ആണ്. 21 - 6 പറയുമ്പോൾ എത്രയാടാ? 15 ആണ്. 15/5 കിട്ടും നമുക്ക് 3 എന്ന് കിട്ടും.
അതായത് എക്സ് എത്രയാടാ, എക്സ് 1 ആണെന്നും വൈ എത്രയാടാ 3 ആണെന്ന് കിട്ടി. സോ ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് റേഷ്യോ 2:3 is 1:3 ആണെന്ന് മനസ്സിലായി. ഓപ്ഷൻ എ ആണ് മക്കളെ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, റൈറ്റ്? സെക്ഷൻ ഫോർമുല ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മക്കളെ സെക്ഷൻ ഫോർമുലയാണ്. നമുക്ക് ചെയ്യാനുണ്ട് ആക്ച്വലി 1 മാർക്കിന് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ചെയ്യാനുണ്ട്. ബിക്കോസ് ഫോർമുല അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഒരു ചാപ്റ്റർ പ്രത്യേകത എന്ന് പറയുമ്പം ഫോർമുല അറിയാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫോർമുല ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഗൈസ്. എല്ലാവരും പഠിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, എക്സാമിന് പോവുക. ഈ ഒരു കാര്യങ്ങൾ മൊത്തം കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, എക്സാം എഴുതാൻ വേണ്ടി പോവുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the ratio in which the line segment join the points P minus 3, 10 and Q6 minus 8 is divided by the point O minus 1,6. അതായത് 2 പോയിന്റ്സ് ഉണ്ട്. ഒന്ന് -3ഉം ഒന്ന് 10ഉം ആണ്. ഒന്ന് 6ഉം -8ഉം ആണ്. അവരെ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് എന്താ, -1,6 ആണ്. എല്ലാം ഗിവൺ ആണ്, പക്ഷെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ മാത്രം അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, റേഷ്യോ ആണ് കണ്ടുപിടിക്കാനുള്ളത്, അല്ലെ? റേഷ്യോ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ അറിയില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ പിടിച്ചോ, ആ റേഷ്യോ വിളിക്കുന്ന പേര് K:1 ആണ്. റേഷ്യോ കണ്ടുപിടിക്കാനാണെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്താൽ മതി, റേഷ്യോന് K:1 എന്ന് കൊടുക്കുക. ബാക്കി എല്ലാ മക്കളും ചെയ്യുന്ന പോലെ തന്നെ സെയിം ആയിട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് എമ്മിന് പകരം എപ്പോഴും കൊടുക്കുന്ന ഇക്വേഷനിൽ എമ്മിന് പകരം K കൊടുക്കുക, എന്നിന് പകരം എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. ഇത് x1 y1, ഇതെന്താ x2 y2. ഓക്കെ, ചെയ്യാം നമുക്ക്. ഈ പോയിന്റ് നമുക്കറിയാം x, y ആണ്, ബിക്കോസ് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്. സോ അപ്ലൈ ചെയ്യാം നമുക്ക്. അതായത് m ഇൻറ്റു എന്താണ് x2, അതായത് k ഇൻറ്റു x2 വിച്ച് ഇസ് k ഇൻറ്റു 6 അല്ലേടാ, k ഇൻറ്റു 6 പ്ലസ് എന്താണ് mx2 കഴിഞ്ഞു, ദാറ്റ് ഇസ് k ഇൻറ്റു x2 കഴിഞ്ഞു, പ്ലസ് എന്താ nx1 ആണ്. അതായത് 1 ഇൻറ്റു എന്ത് ചെയ്യണം, -3 ചെയ്യണം. ഓക്കെ, ഡിവൈഡ് ബൈ എന്താടാ, k+1, ബിക്കോസ് റേഷ്യോന് സമ്മല്ലേ, m+ എന്നല്ലേ ഡിവൈഡ് ബൈ ചെയ്യുക. അപ്പൊ ഇവിടെ m:n ന് പകരം k:1 ആയതുകൊണ്ട് k+1 ആ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്, നമ്മുടെ എക്സ് കോർഡിനേറ്റ് മാത്രമാണ്. ഇപ്പുറത്ത് എന്താ ഉള്ളത്, y കോർഡിനേറ്റ് വേണ്ടേ. സെയിം പോലെ തന്നെ ചെയ്യുക. m ഇൻറ്റു y2 ദാറ്റ് ഈസ് എന്താണ്, k ഇൻറ്റു -8 പ്ലസ് n ഇൻറ്റു y1 വിച്ച് ഈസ് 1 ഇൻറ്റു 10 ഡിവൈഡ് ബൈ k+1 ഈക്വൽ ടു മക്കളെ ഏതാ പോയിന്റ്, ഇത് xy കിട്ടിക്കഴിഞ്ഞു. പോയിന്റ് എന്താടാ, ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് -1,6 ആണ് ഡിവൈഡ് എന്ന പോയിന്റ്. നമുക്കറിയാത്തത് k മാത്രമാണ്. ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഉത്സാഹിക്കുക. k ഇൻറ്റു 6 6k ആണ്. പിന്നെ ആണെങ്കിലോ 1 ഇൻറ്റു -3 ആണ്. ഡിവൈഡ് ബൈ k+1 വന്നു. -8 ഇൻറ്റു k പറയുമ്പം -8k ആണ്. 1 ഇൻറ്റു 10 ആണ്. ഡിവൈഡ് ബൈ k+1 ഈക്വൽ ടു എന്തായിരുന്നു പോയിന്റ്, -1,6 ആയിരുന്നു. അതായത് ഇവിടെ ഉള്ള ഈ എക്സ് കോർഡിനേറ്റ് ആണ് മക്കളെ ഇത്, ഇതിന്റെ y കോർഡിനേറ്റ് ആണ് മക്കളെ ഇത്. അതായത് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് അറിയുന്ന ഇക്വേഷൻ. ആ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കണ്ടുപിടിച്ച പോയിന്റും തന്നിരിക്കുന്ന പോയിന്റിന്റെ എക്സും വൈയും നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 6 k-3 k+1ഉം ഈ -1 തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ 6k -3 മാത്രം ഇവിടെ, k+1 ഇങ്ങോട്ട് പോകുമ്പോൾ -1 ഇൻറ്റു k+1 എന്ന് വരും. 6k -3 കൊടുത്തു. -1 ഇൻറ്റു k -k ആണ്. -1 ഇൻറ്റു 1 -1 ആണെന്ന് മനസ്സിലായി. എല്ലാവരും നമുക്ക് എന്ത് ചെയ്യാം, k ഒക്കെ ഒരുമിച്ചാക്കി, നമ്പേഴ്സ് ഒക്കെ ഒരുമിച്ചാക്കാം. -k ഇങ്ങോട്ട് പോവാണെങ്കിൽ 6k + k ആയിട്ട് മാറും. -3 അപ്പുറം പോവാണെങ്കിൽ -1 + 3 ആയിട്ട് മാറും. 6k + k പറയുമ്പോൾ 7k ആണ്. -1 + 3 പറയുമ്പം 2 ആണ്. അതായത് 7k = 2 ആണെങ്കിൽ k എന്താ പറയാ, 7 അപ്പുറം പോകുമ്പം k = 2/7 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ മക്കളെ k 2/7 ആണെങ്കിൽ എന്താണ് റേഷ്യോ വരിക, റേഷ്യോ എന്ന് പറയുന്നത് 2:7 ആയിരിക്കും. റേഷ്യോ എന്താണ്, 2:7 ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, നിഷ്പ്രയാസം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ moving to the next question, the coordinates of the point P where PQ is the diameter of a circle whose center is 2 - 3. ഒരു സർക്കിൾ എൻ്റെ കയ്യിലുണ്ട്, സെന്റർ എന്താ 2 - 3 ആണ്. ആൻഡ് അനദർ പോയിന്റ് എൻ്റെ കയ്യിലുണ്ട്, ആ പോയിന്റ് ആണ് മക്കളെ 1,4. അപ്പൊ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ ഇതാണ്. അപ്പൊ ഇത് റേഡിയസ് മക്കൾക്ക് അറിയാം.
അതായത് സെന്ററിന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും സെന്ററിന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും എന്താണ് സെയിം ആയിരിക്കും എന്നറിയാം. അതായത് എന്റെ മീനിങ് എന്താണ്, ഇവിടെ എന്റെ കയ്യിൽ ഒരു പോയിന്റ് എക്സ് വൈ ആണ്. ആ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്, പി എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ക്യൂ നമുക്കറിയാം, സെന്റർ ഒ നമുക്കറിയാം. അപ്പൊ ഒരു ഡയമീറ്റർ മക്കൾ എടുക്കുവാണെങ്കിൽ ഈ ഒറിജിന് ഇത്രയും പോർഷൻ സെയിം ആയിരിക്കും, ഒറിജിന് ഇത്രയും പോർഷൻ എന്താണ് സെയിം ആയിരിക്കും. ബിക്കോസ് സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും എന്താണ് മക്കളെ, റേഡിയസ് ആയതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് പറയാം ഈ പി ക്യു എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് മക്കളെ ആര്, ഒ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ്. മിഡ് പോയിന്റ് ഇക്വേഷൻ എന്താ, ഈ രണ്ടിന്റെയും കോർഡിനേറ്റ്സിന്റെ എക്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, ഇതിന്റെ എക്സ് കോർഡിനേറ്റ് കിട്ടും. രണ്ടിന്റെയും വൈകൾ തമ്മിൽ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക, ഇതിന്റെ വൈ കിട്ടും അല്ലേടാ. അതായത് എക്സ് പ്ലസ് ഇവിടുത്തെ എക്സ് എന്താ 1 ഡിവൈഡ് ബൈ 2 ആണ് മക്കളെ ശരിക്കും ഇവിടുത്തെ 2 എന്ന് പറയുന്നത്. അതേപോലെ വൈ പ്ലസ് ഇവിടെ എന്താ വൈ 4 ഡിവൈഡ് ബൈ 2 ആണ് മക്കൾ ഇവിടുത്തെ -3 എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഒ എന്ന് പറയുന്ന പോയിന്റ് പി ക്യു എന്ന് കാണിച്ചിരിക്കുന്ന ആ ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് ആണ് ഇതിന്റെ ഇക്വേഷൻ. രണ്ടിന്റെയും എക്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക, രണ്ടിന്റെയും വൈകൾ തമ്മിൽ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക. മിഡ് പോയിന്റ് ഗിവൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് മിസ് എടുക്കുന്നത് രണ്ടിന്റെയും എക്സുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു, ഡിവൈഡ് ബൈ 2 ചെയ്യുന്നു, ഇത് ഈക്വൽ ടു 2 എന്ന് എഴുതുന്നു. രണ്ടിന്റെയും വൈകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു, ഡിവൈഡ് ബൈ 2 ചെയ്യുന്നു, ഈക്വൽ ടു -3 എന്ന് എഴുതുന്നു. അപ്പൊ എക്സ് പ്ലസ് 1/2 വന്നു. എക്സ് പ്ലസ് 1 എഴുതി, 2 ഇപ്പുറം പോകുമ്പോൾ 2 × 2 4 വന്നു. ഈ കാണുന്ന 1 ഇപ്പുറം പോകുമ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് വന്നു, 4 - 1 = 3 എന്ന് കിട്ടിയാലോ എല്ലാവർക്കും. എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി, 3 എന്ന് കിട്ടി. ഇപ്പൊ ഇപ്പുറത്താണെങ്കിലോ y + 4 = 2 ഇപ്പുറം പോകുമ്പോൾ -3 × 2 = -6 വന്നു. 4 അപ്പുറം പോകുമ്പോൾ y = എന്താണ് -6 - 4 = -10 വന്നു. അതായത് എക്സ് എന്താണ്, ഈ കാണുന്ന പി എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് 3യും y എന്താണ് -10 ആണ്. നമ്മൾ എന്ത് ചെയ്തു, വളരെ ഈസി ആയിട്ട് കണ്ടുപിടിച്ചു വെച്ചു. സോ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോയാലോ. The distance between the points 0, 0 and a minus b, a plus b is another previous question ആണ്. രണ്ട് പോയിന്റുകൾ തമ്മിൽ ഡിസ്റ്റൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. റൂട്ട് ഓഫ് ഇതിന്റെ എക്സുകൾ തമ്മിൽ ഡിഫറൻസിന്റെ സ്ക്വയർ വിച്ച് ഇസ് a minus b - 0 ഹോൾ സ്ക്വയർ ആണ് വരിക. പ്ലസ് എന്താണ് a plus b - 0 ഹോൾ സ്ക്വയർ. ഒന്നും ചെയ്യാനില്ലടാ, എക്സുകൾ തമ്മിൽ ഡിഫറൻസ് എടുക്കുക, സ്ക്വയർ ചെയ്യുക, വൈകൾ തമ്മിൽ ഡിഫറൻസ് എടുക്കുക, സ്ക്വയർ ചെയ്യുക. ആകെ ബാക്കി ഉണ്ടാവുക ഇവിടെ a minus b ഹോൾ സ്ക്വയർ ഉണ്ടാവും, ഇവിടെ എന്താണ് a plus b ഹോൾ സ്ക്വയറും ഉണ്ടാവും. ഓക്കെ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും a minus b ഹോൾ സ്ക്വയർ എക്സ്പാൻഷനും അറിയാം, a plus b ഹോൾ സ്ക്വയർ എക്സ്പാൻഷനും അറിയാം. ചുമ്മാ കൊടുത്ത് നോക്കിയാൽ മാത്രം മതി. ഇറ്റ് ഇസ് ഈക്വൽ ടു a square - 2ab + b square ആണ് a minus b ഹോൾ സ്ക്വയർ. a plus b ഹോൾ സ്ക്വയർ എന്താ പറയുക, a square + 2ab + b square ആണെന്ന് അറിയാം. അത് മാത്രം എന്ത് ചെയ്താൽ മതി, ഇടാ കൊടുത്താൽ മതി. -2ab + 2b കട്ട് ചെയ്ത് പോയി. റൂട്ട് ആരും മറക്കരുത്, റൂട്ട് ഓഫ് 2a² ഉണ്ട്, അപ്പൊ 2a², 2b² ഉണ്ട്, അപ്പൊ എന്താണ് 2b². അപ്പൊ റൂട്ട് ഓഫ് 2a² + 2b² പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് മക്കളെ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നിഷ്പ്രയാസം കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും എന്ത് ചെയ്യാനില്ല, ഓവറായിട്ട് തലപ്പൊക്കഞ്ഞ് ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻ ഒന്നുമല്ല. എല്ലാവർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിഷ്പ്രയാസം എഴുതിയെടുക്കാൻ വേണ്ടി പറ്റിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ്. പെരിമീറ്റർ ആണ്, വെർട്ടിസസ് ഗിവൺ ആണ് 0, 4, 0, 0 and 3, 0 ആണ്. അതായത് എന്റെ കയ്യിൽ ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു പോയിന്റ് 0, 0 ആണ്. ഒന്ന് നമുക്ക് ആലോചിക്കാം 3, 0 ആണ്. ഒന്ന് 0, 4 ആണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, 0, 0 ഉണ്ട് നമ്മുടെ കയ്യില്. ഓക്കെ, 0, 4, 0, 0, 3, 0 എല്ലാം ഉണ്ട്. അതായത് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ചുറ്റുമുള്ള അളവാണ്. മൊത്തം സൈഡ്സിന്റെ മൊത്തം അഡീഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാ സൈഡും എന്ത് ചെയ്താൽ മതി, കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ ഞാനിതിന് ABC എന്ന് കൊടുക്കുവാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുന്നു, AB കണ്ടുപിടിക്കുന്നു, BC കണ്ടുപിടിക്കുന്നു, പിന്നെ എന്ത് ചെയ്യാണ് AC കണ്ടുപിടിക്കുന്നു. എല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. വിച്ച് ഇസ് AB + BC + AC ആയിരിക്കും എടാ എന്ത് പെരിമീറ്റർ എന്ന് പറയുന്നത്. ചുമ്മാ എല്ലാം ആഡ് ചെയ്താൽ മതിയടാ. അപ്പൊ AB പറഞ്ഞു എല്ലാരും. A എന്ന് പറഞ്ഞ പോയിന്റ് 0, 4ഉം B എന്ന് പറഞ്ഞ പോയിന്റ് 0, 0 ആണെങ്കിൽ നിഷ്പ്രയാസം ചെയ്യാൻ നമുക്ക്. അതായത് 0 - 0 ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ് വരിക, 0 - 4 ഹോൾ സ്ക്വയർ. 0 - 0 പറയുമ്പോൾ എന്താ, അത് 0 ആണ്.
ചെയ്യേണ്ട ആവശ്യമില്ല. 0-4 എന്ന് പറയുമ്പം ഇറ്റ് ഇസ് -4 ആണ്. -4 എത്രയാ വരിക? ഇറ്റ് ഇസ് 16 ആണ്. ഇപ്പൊ √0 + 16 വന്നു. ഇറ്റ് ഇസ് ഈക്വൽ ടു 4 ആണ് എ ബി കിട്ടുക. ഇനി ബി സി ആണെങ്കിലോ, ബി സി പറയുന്ന സമയത്ത് 2 പോയിന്റ് വേറെ ഉണ്ട്. ബി എന്ന് പറഞ്ഞ പോയിന്റ് 0,0 ആണ്. സി എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? 3,0 ആണ്. അവർ തമ്മിൽ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. √3 - 0 2 + 0 - 0 2 ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യേണ്ട? അധികം തലപുകഞ്ഞ് എല്ലാ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല. ബിക്കോസ് MCQ നമുക്ക് എന്ത് ചെയ്യേണ്ട? സ്റ്റെപ്പിന്റെ ആവശ്യത്തിന് മാർക്കൊന്നും ഇല്ല അല്ലേ. ഇപ്പൊ √3 - 0 2 3² ആണ്. 9 വന്നു. വേറെ ആരും ഇല്ല. സോ ദ ആൻസർ ഈസ് 3 ആണെന്ന് കിട്ടി. ഇതാണ് മക്കളെ എന്ത് വരിക? ബി സി കിട്ടുക. അപ്പൊ എ ബി ഓക്കെ, ബി സി ഓക്കെ. ഇനി ആരാ ബാക്കിയുള്ളത് നമുക്ക്? ഇനി ബാക്കിയുള്ളത് നമുക്ക് എ സി ആണ്. എ സി എന്ന് പറയുന്ന സമയത്ത് മക്കൾ പോയിന്റ് മാത്രം നോക്കിയാൽ മതി. അതായത് എ എന്ന് പറഞ്ഞ പോയിന്റ് 0,4 ബി എന്ന് പറഞ്ഞ സി എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? 30 ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? √3 - 0 2 + 0 - 4 2. അപ്പൊ √3² + -4 2. അപ്പൊ √9 + 16 = √25 = 5 നമുക്ക് ആൻസർ കിട്ടും. എല്ലാം കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ആണെങ്കിൽ എന്ത് ചെയ്താൽ മതിയടാ? 4 + 3 + 5 ആണ്. 7 + 5 = എന്ത് കിട്ടും നമുക്ക്? 12 എന്ന ആൻസർ കിട്ടും. സോ ഹിയർ ദ ആൻസർ ഈസ് 4 3 7 5 12 അല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോർഡിനേറ്റ്സ് ഓഫ് വെർട്ടെക്സ് എ ഓഫ് എ റെക്ടാങ്കിൾ ABCD whose 3 vertices are given as 0 0 3 0 and D 0 4 ആണ്. അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം ചെയ്യാ, ഗ്രാഫ് വരച്ച് നോക്കുകടാ. അതായത് 0 0 പറഞ്ഞ പോയിന്റ് ഇവിടെയാണ്, നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ 3 0 ആണെങ്കിൽ ഇവിടെ ഈ ഒരു എക്സ് ആക്സിലായിട്ട് വരും. അതേപോലെ 0 4 ആണെങ്കിലോ വൈ ആക്സിലെ പോയിന്റ് ആണ്. എക്സ് കോർഡിനേറ്റ് എത്രയാ മക്കളെ? 0 4 ആണെങ്കിൽ നോക്കി നിങ്ങൾ ശ്രദ്ധിക്കുക. എക്സ് കൊണ്ട് എന്തായാലും എന്താണ്? വൈയിൽ 0 ആയിരിക്കും അറിയാം. സോ 0 4 പറഞ്ഞ പോയിന്റ് ഇവിടെയാണ്. നമുക്ക് ആവശ്യം എന്താടാ? റെക്ടാങ്കിൾ ആണെങ്കിൽ നമുക്ക് ആവശ്യം ഇവിടെ ഉള്ള ഈ പോയിന്റിലെ ആവശ്യം. സോ ഇത്രയും ആലോചിച്ചാൽ മതി. ജസ്റ്റ് ഗ്രാഫ് വരച്ചാൽ മാത്രം മതി. ഇതിന്റെ എക്സ് നമുക്കറിയാം 3 ആണ്, വൈ നമുക്കറിയാം 4 ആണ്. സോ ഇത് പോയിന്റ് എന്ന് പറയുമ്പോൾ 3 4 ആയിരിക്കും. വേറെ ഒന്നും ചെയ്യാനില്ല. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. വരച്ച് മാത്രം നോക്കുക, സമയം എടുക്കരുത്. വരക്കുക, എഴുതുക, മാർക്ക് ചെയ്യുക. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. സോ മൂവിംഗ് ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് A2 - 2 അതേപോലെ -1x പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ഉണ്ട്. ഈ 2 പോയിന്റുകൾ തമ്മിൽ ഡിസ്റ്റൻസ് ഗിവൺ ആണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു 5 ആണെങ്കിൽ then the value of x ആണ് ക്വസ്റ്റ്യൻ. ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുക എല്ലാവരും. ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, എക്സ് എന്താ മക്കളെ? എക്സ് പറയുമ്പോൾ വൈയുടെ സ്ഥാനത്താണ് ഉള്ളത്. അത് നമ്മൾ മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. എപ്പോഴും ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. എക്സുകൾ തമ്മിൽ ഡിഫറൻസിന്റെ സ്ക്വയർ വിച്ച് ഇസ് എക്സ് കോർഡിനേറ്റുകൾ തമ്മിൽ ഡിഫറൻസിന്റെ സ്ക്വയർ ആണ്. വിച്ച് ഇസ് -1 - 2 2 പ്ലസ് എക്സ് -2 which is വൈകൾ തമ്മിൽ ഡിഫറൻസിന്റെ സ്ക്വയർ. വൈ കോർഡിനേറ്റ്സുകൾ തമ്മിൽ ഡിഫറൻസ് സ്ക്വയർ. ഇവിടുത്തെ വൈ കോണ്ട് എക്സ് ആണ്, അത് മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. എക്സ് -2 എത്രയാണ്? 5 ആണ്. 2 സൈഡ് സ്ക്വയർ ചെയ്യാം. അപ്പൊ റൂട്ട് എന്തായിട്ട് പോകും? റൂട്ട് അപ്രത്യക്ഷമായിട്ട് മാറും. -1 -2 പറയുമ്പോൾ -3 ആണ്. (2) പ്ലസ് എക്സ് -2 പറയുമ്പോൾ എത്രയാണ്? x + 2 ആണ്. (2) എന്ത് വന്നു? 5 സ്ക്വയർ 25 ആണ്. -3 സ്ക്വയർ 9 ആണ്. x + 2 ഇതുപോലെ കൊടുത്തു, 25 വന്നു. ഈ 9 ഇപ്പുറത്തേക്ക് മാറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? x + 2 = 25 - 9 = 16 കിട്ടും. അപ്പൊ x + 2 എന്താണ് വരിക? 16ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 ആണ്. അപ്പൊ x = 2 അപ്പുറം പോകുമ്പോൾ 4 - 2 = 2 എന്ന് കിട്ടും. ദാറ്റ് ഇസ് x = 2 ആണ് മക്കളുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 2 വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രം മതി. ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്ര മാത്രമാണ് കോർഡിനേറ്റ് ജോമെട്രിയിലെ ടോപ്പ് 10 MCQs പറഞ്ഞത്. ഈ ചാപ്റ്ററിലെ MCQs അത്രയും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും എന്ത് ചെയ്യുക? MCQs നല്ലോണം പഠിക്കുക. അതുപോലെ തന്നെ മക്കൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. കൂടുതൽ വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യണം? വീണ്ടും കാണണം. സോ താങ്ക് യു ഓൾ. ബൈ.